ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്നാസ് രുചിക്കോട്ടെ. ഫ്രണ്ട്സ്, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടിങ്ങിൻ്റെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ട് നിർത്തിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൗസ് ബോട്ടിങ്ങിന് ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വില്ലേജ് സൈറ്റ് സീയിങ്ങിന് കാണാൻ പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ആദ്യം കൊണ്ടുവരുന്നത് നമ്മുടെ ആലപ്പുഴ വില്ലേജ് സൈറ്റ് സീയിങ് ആണ് കേട്ടോ. ആലപ്പുഴയിലെ തനതായ അവിടുത്തെ വില്ലേജ് ഏരിയയിലുള്ള ഭംഗിയും അവിടുത്തെ കാഴ്ചകളുമാണ് നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ കാണാം. ആളുകൾ അവിടെ വസ്ത്രങ്ങൾ അലക്കുന്നതും ആ വെള്ളത്തിൽ, ഇരുവശങ്ങളിൽ നമ്മളുടെ ഒരു നടുവിലൂടെ വെള്ളവും ഇരുവശങ്ങളിലുമായിട്ട് എന്താ പറയുക വീടുകളും നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭംഗികളും അരയന്നങ്ങളും താറാവുകളും അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് പോകുന്ന വഴി ഇരുവശങ്ങളിലായിട്ടും കാണാൻ പറ്റും. നമ്മളിവിടെയൊക്കെ ട്രാൻസ്പോർട്ടിന് നമ്മളൊരു 2 വീലർ സൈക്കിളൊക്കെ എടുത്തിട്ട് പോകുന്നത് പോലെ തന്നെയാണ് അവിടെയുള്ള കുട്ടികൾ വരെ എല്ലാവർക്കും ചെറിയ ചെറിയ വള്ളങ്ങളുണ്ടാകും. നമുക്കിവിടെ 2 വീലേഴ്സ് നമ്മുടെ സിറ്റിയിലൊക്കെ ഉള്ള പോലെ അവർക്ക് ഓരോ ചെറിയ ചെറിയ വള്ളങ്ങളാണ്. ഈ വള്ളങ്ങളിൽ മോട്ടോർ പിടിപ്പിച്ച് അതിലും അല്ലെങ്കിൽ തുഴഞ്ഞൊക്കെയാണ് അവിടെയുള്ള ആളുകൾ അവരുടെ ഡെയിലി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ബോട്ടിൽ കണ്ടോ, അവർ കരിക്ക്, ഐസ്ക്രീം, സിപ്പൊക്കെ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വഞ്ചിക്കാരൻ നമുക്ക് ഒരു സൈഡിലായിട്ട് ഒരു എൻഡിൽ നിർത്തി തന്നു. അപ്പോൾ അവിടെ പാടമൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചയൊക്കെയുള്ള നമുക്ക് ഫോട്ടോസ് റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സൈറ്റ് സീയിങ്ങിന് പറ്റിയൊരു ഏരിയയാണ്. അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തി നമ്മുടെ ബോട്ട്, അതായത് ചെറിയ വള്ളം കൊണ്ട് നിർത്തി നമുക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചകൾ കാണാനും റീൽസ് എടുക്കാൻ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇറങ്ങി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ചെറിയൊരു സ്പോട്ടാണ്, പക്ഷേ എന്ത് രസമെന്ന് കാണാൻ കണ്ണിനും. നമുക്ക് ഞങ്ങളവിടെ ചെന്ന് ഫോട്ടോസ് എടുക്കുക, റീൽസ് എടുക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത്. ഒരു 10 മിനിറ്റോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത ശേഷം നേരത്തെ കണ്ടില്ലേ കരിക്കൊക്കെ വിൽക്കുന്ന, അവിടെ നിന്ന് ഞങ്ങൾ കരിക്കും സിപ്പപ്പ് വേണ്ടവർക്ക് സിപ്പപ്പ് മേടിക്കാൻ ഞങ്ങൾ കരിക്കാണ് മേടിച്ചത്. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴി നമ്മളുടെ ഈ ഹൗസ് ബോട്ടിങ്ങിന് ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യുന്നതിന് പെർ ഹെഡ് 400 റുപ്പീസാണ് അവർ ചാർജ് ചെയ്തത്. അപ്പോൾ 1 അവർ ആയിരിക്കും നമ്മളിവർ സൈറ്റ് സീയിങ്ങിനായിട്ട് വില്ലേജിലേക്ക് കൊണ്ടുപോകുന്നത്. അടിപൊളി കാഴ്ചയായിരുന്നു. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം. ഇതേ കണ്ട ചില വീട്ടിലൊക്കെ ചേച്ചിമാർ ബോട്ടിരുന്നും കരയിലിരുന്നൊക്കെ മീൻ പിടിക്കുന്നതും എനിക്ക് തോന്നുന്നു അവർക്ക് ഡെയിലി അന്നത്തെ കറിക്ക് വേണ്ടിയുള്ള ഇതിനു വേണ്ടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ അവിടുത്തെ വീടിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. പല വീടുകളും നല്ല ഹൈറ്റിൽ താഴെ ബീം പോലെ ഇങ്ങനെ വെച്ചിട്ട് മേളിലായിട്ടാണ് പല വീടുകളും ഇപ്പം നിൽക്കുന്നത്. കാരണം പഴയ ആ പ്രളയത്തിന് ശേഷം ഞാൻ പഴയ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, ഒരുവിധം ഇപ്പോൾ പണിയുന്ന വീടുകളെല്ലാം നല്ല ഹൈറ്റിൽ തന്നെയാണ് പണിതുകൊണ്ടിരിക്കുന്നത്. കാരണം അതുകൂടാതെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ എല്ലാവർക്കും ഓരോ വീട്ടിലെ ആൾക്കാർക്കും വഞ്ചികളുണ്ട്. സ്റ്റീഫൻ അണ്ണൻ എന്താ പറയുക, വെള്ളം നമ്മുടെ ഇവിടുത്തെ വെള്ളം നമ്മൾ തൊടാൻ പലപ്പോഴും മടിക്കുന്നുണ്ടെങ്കിലും അവർ ആ വെള്ളമൊക്കെ തൊട്ട് അവരുടെ ശരീരത്തിൽ തൊട്ട് അവരതിൻ്റെ ഫീൽ ചെയ്യണം ആ വെള്ളത്തിൻ്റെ ഇത്. പിന്നെ ചെറിയ ചെറിയ ഇതേപോലെയുള്ള ബ്രിഡ്ജുകളുണ്ട് ഓരോ കരയ്ക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ചല്ല. അപ്പോൾ ആ ചെറിയ ചെറിയ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മുടെ ഈ വഞ്ചി ഇങ്ങനെ തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മോട്ടർ വെച്ചിട്ടാണ് ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ടൂറിസ്റ്റേഴ്സ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ടാറ്റയൊക്കെ തരുമല്ലോ. സ്റ്റീഫനെ അവിടെ പോകുന്ന ആൾക്കാർക്കൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അവർ തിരിച്ച് അതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെയുള്ള ജനങ്ങൾ കുറച്ചുകൂടി നിഷ്കളങ്കരായിരിക്കും. പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റേഴ്സിനെ എപ്പോഴും മീറ്റ് ചെയ്യണം. കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ വീട് കണ്ട, ഈ വീടൊക്കെ അതിന് ശേഷം പണിതേക്കണാണ് ഈ ഹൈറ്റിൽ. അവരൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിട്ടോ. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ മൈക്ക് അതിൽ ഫിറ്റ് ചെയ്തിട്ട് മൈക്ക് മ്യൂട്ടാക്കിപ്പോയി. അതുകൊണ്ട് പറയുന്ന വോയിസും അവിടുത്തെ റിയൽ വോയിസ് എനിക്ക് കിട്ടിയില്ലായിരുന്നു.
നമ്മുടെ താറാവും കൂട്ടും. ആലപ്പുഴയിലെ മെയിൻ കാഴ്ചകളല്ലേ ഇതൊക്കെ. എത്ര പറഞ്ഞാലും നമുക്ക് മതി വരാത്ത ഒരുപാട് കാഴ്ചകൾ നമ്മുടെ കണ്ണിലൂടെ പോകും. അവിടെയുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്നതും അമ്മൂമ്മമാർ വരെ മഞ്ച് തുഴഞ്ഞുകൊണ്ടാണ് അവിടുത്തെ കാര്യങ്ങൾ, അവരുടെ ദൈനംദിന ജീവിതങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സിറ്റി ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ്, കാഴ്ചകളായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ വില്ലേജിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞതേ നമ്മൾ നേരെ കായലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ചെല്ലുക, നമ്മുടെ ബോട്ടിലേക്ക് കയറുക, ഹൗസ് ബോട്ടിലേക്ക് കയറുക, എൻ്റെ അടുത്ത സ്പോട്ടിലേക്ക് പോകും. അവിടെ നിന്നായിരിക്കും നമുക്ക് വേറെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്പീഡ് ബോട്ട് ഉണ്ട്, പക്ഷെ നമ്മൾ സ്പീഡ് ബോട്ട് ചെയ്യുന്നില്ല. പിന്നെ മസാജ്, ആയുർവേദ മസാജസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മീൻ, ഞണ്ട്, ചെമ്മീൻ അങ്ങനെയുള്ള മീനൊക്കെ എക്സ്ട്രാ നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ചെയ്തു തരും. അപ്പോൾ നമ്മൾ ഇതേ അടുത്ത സ്പോട്ടിൽ എത്തി കേട്ടോ. അപ്പോൾ അവിടെ കുറേ ഷോപ്സ് ഉണ്ട്. നമുക്ക് എപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കൂൾ ഡ്രിങ്ക്സൊക്കെ വാങ്ങിക്കണമെങ്കിൽ എക്സ്ട്രാ വാങ്ങിക്കാം. അപ്പോൾ അതിനോട് ചേർന്നതിന് നമ്മൾ ഈ ആയുർവേദ മർമ്മ എന്നുള്ള മസാജ് ചെയ്യുന്ന സ്ഥലം, അതിൻ്റെ അടുത്ത് തന്നെയാണ് സ്പീഡ് ബോട്ടിങ്ങും എല്ലാം ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മളിവിടെ ആയുർ മർമ്മ ആയുർവേദിക് പഞ്ചകർമ്മ മസാജ് സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് മസാജൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടാതെ ഇതേ അപ്പോഴത്തെ സൈഡിലാണ് കേട്ടോ നമുക്ക് മീറ്റല്ല നമ്മുടെ എന്താ പറയുക സീ ഫുഡ്സ് ഐറ്റംസ്, അതായത് മീൻ, ഏറ, ഞണ്ട് വാങ്ങറിയാ, ഞണ്ടെല്ലാം വാങ്ങപ്പോത്. നീ വന്നില്ല, ഇവിടെ വന്ന് വാങ്ങണം. കണ്ട ഈ ഷോപ്പിൽ തന്നെ അവിടെ ജീവനോടെ ഞണ്ട്, പ്രോൺസ്, ടൈഗർ പ്രോൺസ് ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഇവിടെ സ്പീഡ് ബോട്ട് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. ഉണ്ടോ കഴിച്ചുണ്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ മസാജ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ ടീമിൽ നിന്ന് 6 പേര് മസാജിന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫുഡ് മസാജ് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ, പറ്റിയ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, അപ്പോൾ ഫുഡ് മസാജ് ചെയ്യുന്ന ആൾ വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനിതൊക്കെ ഷൂട്ട് ചെയ്യണത്. നമ്മുടെ ബോട്ട്, ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. ആ ജീവനുള്ള കണ്ട 1300 കിലോ 1300. മൂന്നെണ്ണം വരും അല്ലേ? 1 കിലോന് 3 വരും. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഞണ്ട് വാങ്ങാൻ പോവാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അപ്പോൾ ചോദിക്കാൻ പോയതാ വേണോ വേണ്ട. അപ്പോൾ ഒരു 3 കിലോ വാങ്ങാമെന്ന് വെച്ചു. 1 കിലോയ്ക്ക് 1300 രൂപയാണ് അവർ പറയുന്നത്. എനിവേ നമ്മൾ വാങ്ങിക്കാമെന്ന് വെച്ചു. കാരണം നമുക്ക് ഹൗസ് ബോട്ടിൽ നമുക്ക് അവർ വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് കുക്ക് ചെയ്ത് തരും അവർ. ഓക്കെ, ആമാ ഒരെണ്ണം കൂടുതലിട്ടാലും കുഴപ്പമില്ല കേട്ടാ. 3 കിലോ ആണല്ലേ? ആ 3 കിലോ തികയില്ല. സെയിം ഞണ്ട് തന്നെയാണ് കേട്ടത്. അത് ജീവനുള്ളത് മതി. ആ ജീവനുള്ളത് മതി കേട്ടോ. டெஸ்ட் பண்றியா? எதுக்கு அவ்வளோ போ, இது ஓடுற வீடியோ எடுக்கலையா நீங்க? இந்த ப்ரானை ஷூட் பண்ணுப்பா. ப்ரான் அப்புறம் ஃபிஷ் அதன வேணும்னா அங்க இருக்காங்க. வேணல போது போது மதி. கடிக்கும், அதை டப்பால போடுங்க. அப்படி பிடிக்கிறான். ஓடுறா 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 திமோ ஓட சொல்லு ஞாண்டு கிட்ட. இது மட்டும் பயப்படியா? எனக்கு பயப்பட எடுத்துக்க தம்பி கிட்ட வரும். அவன் ஒரு ஆள்
ഒന്നും കൂടെ സുഖം. ഫ്രണ്ട്സ്, അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും മസാജ് ചെയ്യാൻ വേണ്ടി കയറി. ബോഡി മസാജാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഫുഡ് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ചെറിയൊരു ഷോട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഫ്രണ്ട്സ്, ഫുഡ് മസാജും എല്ലാം കഴിഞ്ഞ് വന്നു. ഇവിടെ ബോഡി മസാജ് 2000 ആണ് സ്റ്റാർട്ടിങ്, പിന്നെ ഫുഡ് മസാജ് 1200. അപ്പോൾ ഇതേ നമ്മുടെ ആൾക്കാർ കുറച്ച് പേര് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചറിയാം. எப்படி இருக்கு எக்ஸ்பீரியன்ஸ்? சூப்பராக இருந்துச்சு. உன்னோட எக்ஸ்பீரியன்ஸ்? சூப்பர். ஃபர்ஸ்ட் டைமா? ஃபர்ஸ்ட் டைம் தான் நீங்கள்? ஓகே ஓகே. எல்சா, உன்னோட எக்ஸ்பீரியன்ஸ் சொல்லு. எப்படி? சூப்பர். பாடி மசாஜ் நீ ஃபர்ஸ்ட் டைமா? எஸ், ஃபர்ஸ்ட் டைம். அக்கா கேரளா போயிருக்கேன். பாண்டியில போயிருக்கேன். பாண்டியை விட இங்க பெஸ்டா? ஓகே. இங்க தானே மசாஜ். அக்கா உன்னோட? சூப்பரா இருந்ததுங்க. நான் இங்க 3வது தடவை செய்றேன். 3வது? ஓகே ஓகே. சூப்பரா இருந்தது. எனக்கு 3 தடவையும் ஈஸியா இருக்கா? நான் உள்ள போணுமா? വെയിറ്റ് ഞാൻ ആൻറ്റി ഒരു വിഷയം சொல்லട്ടെ. ഫ്രണ്ട്സ്, ഞാൻ ഫുഡ് മസാജാണ് ചെയ്തത്. നന്നായിട്ട് ചെയ്തത് കേട്ടോ. 1200 ഫുഡ് മസാജ്. പക്ഷെ ഞാൻ ചെയ്തു വേറെ നല്ല കാലുവേദന ഉണ്ടായിരുന്നു. കാല് നല്ല വേദനയായിരുന്നു. കാരണം 2 ദിവസമായിട്ടുള്ള നല്ല ഹെവി ഡ്യൂട്ടി ആയതുകൊണ്ട് നിന്നുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് മസാജ് ചെയ്തത്. നല്ല എക്സ്പീരിയൻസ് ആണ്. കാല് നല്ല റിലാക്സേഷൻ ഉണ്ട്. അതുകൊണ്ട് അവർ വാഷ് ചെയ്തില്ല. ആ എണ്ണ നന്നായിട്ട് തുടച്ച് അവർ നമുക്ക് തരും. ഞാൻ ചെറിയൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട്. ഫുഡ് മസാജാണ് ജസ്റ്റ് ഒരു ഷോട്ട് എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ അവരും എല്ലാം ഹാപ്പിയാണ്. അപ്പോൾ നമ്മളും ഹാപ്പി. നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ ഇതുവരെ പറ്റിയതിൽ നമ്മളും വലിയ ഹാപ്പിയാണ്. അപ്പോൾ 2 പേരും കൂടെ വരാനുണ്ട്. അവരും കൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ബോട്ടിൽ കയറിയിട്ട് വേറൊരു സ്പോട്ടിലേക്ക് ചെമ്പക്കുളം അങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് അവിടെയാണ് നമ്മുടെ ബോട്ട് പിന്നെ നൈറ്റ് സ്റ്റേ നിർത്തിയിടുന്നത്. അവിടെ നിന്നുകൊണ്ടായിരിക്കും പിന്നെ ബാക്കി നമ്മൾ രാത്രിയുള്ള ഉറക്കവും എല്ലാം ആ ഒരു സ്പോട്ടിലായിരിക്കും. പിന്നെ ഡ്രൈവ് ചെയ്യില്ല. ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ആയിരിക്കും പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് ബാക്കി നമ്മുടെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ വരട്ടെ. വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് കൂടെ ഞാൻ പറയാം. எப்படி இருந்துச்சு? சூப்பரா இருந்துச்சு. ரொம்ப நல்லா இருந்துச்சு. நான் தூங்கியே போயிட்டேன். ഫ്രണ്ട്സ്, നമ്മളിതേ വീണ്ടും യാത്ര തിരിച്ചിരിക്കുകയാണ്. പോകുന്ന വഴിയുള്ള കാഴ്ചകൾ അതിമനോഹരം. എനിക്കിതിനുള്ള എന്ത് പറയണമെന്നറിയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചകളാണ്. പിന്നെ ഫ്രണ്ട്സ്, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. എനിക്ക് ഈ ഒരു പാക്കേജ് എനിക്ക് എടുത്ത് തന്നത് ലൂമിയർ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ഒരു ടീമാണ്. എൻ്റെ ഓഫീസിലെ കൊളീഗ് വഴിയാണ് എനിക്ക് ഈ ഒരു പാക്കേജ് കിട്ടിയത്. അടിപൊളി പാക്കേജ് ആയിരുന്നു. അങ്ങനെ അവർ വഴിയാണ് ഈ ഓഷ്യാനിക് ഹൗസ് ബോട്ടും എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഈവനിങ് ആയി. നമുക്ക് ടീയും കോഫിയും ഏത് വേണമെങ്കിലും അവരവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുമല്ലോ. സ്നാക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പഴംപൊരി நான் ஃபர்ஸ்ட் டைம் எங்க மாமா வீட்ல சாப்பிட்டேன். செகண்ட் டைம் இங்க சாப்பிட்டேன். மாமா யாரு? எங்க மாமா கேரளால இருக்காங்க. ஃபர்ஸ்ட் டைம் நான் வீட்ல சாப்பிட்டேன். ஜீவன் ராய்ன்ற மாமா. செகண்ட் இன்னைக்கு சூப்பரா இருக்கு. நல்லா இருக்கு. அதான் உங்களுக்கு சங்கல் करना என்ன மாத்தியா எனக்கு ஒரு தேவை வேணுமா? யாரு தோக்கத்துக்கு? திருப்பி வரும்பா அதே கட்டோட வரும்போது கட்டோட வருவோம். திருப்பி வரும்போது கட்டோட போவோம்.
ഫ്രണ്ട്സ് നൈറ്റ് ഇതേ നമ്മുടെ ഹൗസ് ബോട്ടിലുള്ള വേറൊരു കാഴ്ച ഇതാണ്. ഒരു ഗ്യാങ് ചീട്ട് കളിക്കാണ്, കാർഡ്സ് കളിക്കാണ്. ஜோய்ஸ் ஆண்டி நான் தனியாக இருக்கு, இங்கே வந்து பக்கத்து உட்காரு. ഫ്രണ്ട്സ്, നമുക്ക് ഹൗസ് ബോട്ടിങ്ങിലെ ടീമിലെ ആൾക്കാർ തന്നെ നമുക്ക് കള്ള് റെഡിയാക്കി തന്നിട്ടോ. അതായത് ഈ കള്ള് ചെത്തുന്ന ആൾക്കാരെ വിളിച്ച് പറഞ്ഞ് അവർ ആ ഒറിജിനൽ കള്ളിന് മിക്സിങ് ഒന്നും ഇല്ലാതെ നമുക്ക് റെഡിയാക്കി തന്ന് നമ്മളൊരു 2 ലിറ്റർ മേടിച്ചായിരുന്നു. എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല മധുരക്കള്ളാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം മിക്കവരും കുടിച്ചായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ചിക്കൻ കറി, ഇത് സാമ്പാർ, വെണ്ടക്ക, നേരത്തെ രാവിലെ ഉച്ചക്കത്തെ ചെടി, മോര്, ക്രാബ് നമ്മൾ വാങ്ങിയ ക്രാബ്. ആമാ, ഇത് കഥയാ இருக்கும். ഫ്രണ്ട്സ്, വൈകിട്ടായപ്പോൾ എല്ലാവരും പാട്ടും ഡാൻസും ചീട്ടുകളിയും എല്ലാമായിട്ട് തകർത്തടിച്ച് പൊളിച്ചു എല്ലാവരും. അതൊക്കെ കഴിഞ്ഞതേ നമ്മുടെ ഡിന്നറിൻ്റെ ഫുഡൊക്കെ വന്നു. ചപ്പാത്തിയാണ് അവരുടെ മെയിൻ മെനു. ചപ്പാത്തി, ദാൽ, പിന്നെ അതുപോലെ തന്നെ സാലഡ്, ചിക്കൻ കറി, പിന്നെ കൂടാതെ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത എക്സ്ട്രാ നമ്മുടെ ഞണ്ട് ഉണ്ടായില്ലേ, അതും അവർ നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടാക്കി തന്നു. പ്രത്യേകിച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ജീവനുള്ള ഞണ്ടായിരുന്നു. നല്ല ദശയൊക്കെയുള്ള ഞണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ്, നമ്മുടെ ഹൗസ് ബോട്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു നൈറ്റ് വ്യൂ ആണ്. ഇവിടെ നല്ലൊരു ചർച്ച് ഉണ്ട്, നല്ല രസമാണ്. നൈറ്റ് വ്യൂ ചർച്ചിനെ കാണാൻ നല്ല അടിപൊളിയായിട്ടില്ലേ. നോക്ക്, നല്ല വ്യൂ അല്ലേ, നോക്കിയതാ. ഫ്രണ്ട്സ്, രാവിലെ നമ്മുടെ വീട്ടു നമ്മൾ വണ്ടി നിർത്തി നമ്മുടെ ബോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വെച്ചത് ഇവിടെയാണ്. കണ്ടോ, രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോർണിംഗ് വ്യൂ ആണ്. ഞാൻ നേരെ വേറെ കാണിച്ചത്. ജസ്റ്റ് ഞാനിപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് കാണിച്ചതാണേ.
ഫ്രണ്ട്സ് രാവിലെ ഇപ്പോൾ എല്ലാവരും എണീറ്റ് ഒരു 6:30 മണിയോടെയാണ് ഞങ്ങളെല്ലാവരും എണീറ്റത്. കാരണം നമുക്കവിടെ ചെമ്പക്കുളം തന്നെ ഒരു ചർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ആ ചർച്ചിൽ നമുക്കൊന്ന് കയറി ഒന്ന് പ്രെയർ ചെയ്തിട്ട് ഇറങ്ങാമെന്ന് അവർ പറഞ്ഞു. അവിടെ അതിനേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് 10 മിനിറ്റ്സ് നമുക്ക് ടൈമുള്ളൂ. കാരണം തിരിച്ച് നമുക്ക് ഒരു 2 hours ട്രാവൽ ചെയ്താലേ നമ്മളുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇല്ലേ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് വണ്ടി തിരിച്ച് നമുക്ക് നിർത്തേണ്ടത് അവിടെ തന്നെയാണ് എൻഡിങ് പോയിൻറ്റും. അപ്പോൾ നേരെ കാണുന്ന ആ പള്ളിയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ നമ്മൾ 9 മണിക്ക് നമുക്ക് തിരിച്ച് ചെക്കൗട്ട് ടൈമാണ്. അപ്പോൾ അതിനുള്ളിൽ ബാക്കി കാഴ്ചകളും നമ്മുടെ ഫുഡ് രാവിലത്തെ ടിഫിനും എല്ലാം ഈ ഒരു ഗ്യാപ്പിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ പോയി ഞങ്ങളൊന്ന് വേഗം എല്ലാവരും റെഡിയായിട്ട് നമുക്ക് വരാം. ഫ്രണ്ട്സ് അപ്പോൾ റെഡിയായവർ നേരെ നമ്മുടെ പള്ളിയിലോട്ട് വരാണ്. പള്ളിയിലൊന്ന് ജസ്റ്റ് കയറി പ്രാർത്ഥിക്കാൻ, അകത്തോട്ടൊന്നും കയറാൻ പറ്റിയില്ല, കാരണം കുർബാനയുടെ ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്തുകൊണ്ട് നമുക്ക് അധികം നേരം അവിടെ അങ്ങനെ ജസ്റ്റ് വെറുതെ സ്പെൻഡ് ചെയ്യാനും നോർമലി നമുക്കങ്ങനെ വിസിറ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ചുമ്മാ ഒന്ന് കറങ്ങി പള്ളിയൊക്കെ ഒന്ന് കണ്ട്. അവിടുത്തെ നമ്മുടെ ആലപ്പുഴയിലെ പള്ളികൾ വളരെ ഡിഫറെൻ്റ് ആട്ടോ. അവിടുത്തെ പള്ളിയുടെ ആ ഒരു സ്ട്രക്ചറും എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ എറണാകുളത്തുള്ള പള്ളിയൊന്നും പോലെയല്ല. ഓരോ നാട്ടിലെ പള്ളികൾക്കും അതിൻ്റെതായ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക്. ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ കുർബാന തുടങ്ങാൻ പോവാണ്. അതുകൊണ്ട് നമുക്ക് പള്ളിയുടെ അകത്തോട്ട് കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് പുറമേ മാത്രം ഒന്ന് ചെറുതായിട്ടൊരു വീഡിയോ ഫോട്ടോസ് എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങാണ്. കാരണം കുർബാന തുടങ്ങാൻ പോകുമ്പോൾ നമുക്കങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ചെറിയ ഷോട്ട്സ് മാത്രമാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് നമുക്കൊരു 10 മിനിറ്റ് സമയമുള്ളൂ. അതുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ടിലേക്ക് കയറാണ്. பீச்சில் பயம் அப்படியே நடுக்கடையில் போயிட்டா பார்த்தா சுற்றி பார்த்தா உண்மையில தண்ணி படுத்துட்டு இருந்தோம். அப்படியே முடியலடா அப்பா அப்படி சொல்லிட்டு 2 பேரும் படுத்துட்டோம். பார்த்தா அலையில போயிட்டே இருக்கோம் எங்கேயோ. நாங்கள் இங்கே ஸ்டார்ட் பண்ணாங்க இல்லையா ഫ്രണ്ട്സ് നമ്മുടെ മോർണിംഗ് ടീയും കോഫിയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. രണ്ടും 2 ഫ്ലാസ്കിലായിട്ട് അവർ നമുക്ക് തരും കേട്ടോ. എത്ര പേർക്ക് കോഫി വേണം, എത്ര പേർക്ക് ടീ വേണം എന്ന് പറഞ്ഞാൽ അതനുസരിച്ചായിരിക്കും അവർ നമുക്ക് തരുന്നത്. அது அவங்க அழகா மரக்கிளையில போயிடுச்சு. முடி மரக்கிளையில போயிடுச்சு. அதனால அது தெரியல. தெரியல. ഫ്രണ്ട്സ് അങ്ങനെ നമ്മളുടെ ഹൗസ് ബോട്ടിങ് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് 9 മണിയായപ്പോൾ നമ്മളുടെ സ്പോട്ടിൽ ഇത് കരയ്ക്ക് എത്തിച്ചു. അപ്പോൾ നേരത്തെ നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതേ സ്പോട്ടിൽ തന്നെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും ഇറങ്ങി, എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ താങ്ക്സ് പറയുന്നത് ലൂമിയർ ഹോളിഡേയ്സിനും ഓഷ്യാനിക് ഹൗസ് ബോട്ടിനും. കാരണം എനിക്ക് നല്ലൊരു ഇത് അറേഞ്ച് നല്ലൊരു തന്നത്. പ്രത്യേകിച്ച് ഇതിലേക്ക് എത്തിക്കാൻ എൻ്റെ ഫ്രണ്ട്, എൻ്റെ കൊളീഗും എൻ്റെ ഫ്രണ്ടായ ഷിനീഷും ആണ് എനിക്കിത് റെഫർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വളരെയേറെ താങ്ക്സ്. പ്രത്യേകിച്ച് എൻ്റെ ഈ ഒരു ടീമിന്, എൻ്റെ ഫ്രണ്ട്സിന്, ഫാമിലി മെമ്പേഴ്സിനെ മൊത്തം എനിക്ക് ഹാപ്പിയാക്കാൻ സാധിച്ചു. അതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടിനോട് വിട പറയുകയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് ആലപ്പുഴ ബീച്ചും അങ്ങനെയുള്ള ചെറിയ സ്പോട്ടൊന്ന് ജസ്റ്റ് കയറിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ആലപ്പുഴയിലെ ചെറിയ ചെറിയ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. കുറേ ബോട്ടുകളൊക്കെ ആയിട്ട് ടൂറിസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്ന ഒരുപാട് ബോട്ടുകൾ നമുക്ക് പോകുന്ന വഴിയെല്ലാം കാണാവുന്നതാണ്. அந்த விரல் என்ன வந்துச்சோ தெரியல. ஒத்த விரல்ல நான் வேணும், அப்பா வேணும். சச்சி பரவசத்துல பார்த்தாலும். ஓ ரைட்.
திரும்பியும் பார்க்குறேன், திரும்பி விரல வைக்கிறேன் அந்த இடத்துல. ഫ്രണ്ട്സ്, നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വെച്ചു. അപ്പോൾ ഞാനും ഈ ആലപ്പുഴ ബീച്ച് ഇതുവരെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് അവിടെ ഹൈവേയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അവിടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് മാത്രമാണ് ബീച്ചിൻ്റെ ആ ഭാഗത്തോട്ട് പോയത്. ബാക്കിയുള്ള ഞങ്ങൾ കുറച്ച് ആൾക്കാർ അവിടെ തന്നെ നിന്നു, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് പോയവർ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. Halo. ഫ്രണ്ട്സ്, അപ്പോൾ ദേ നമ്മളുടെ ആലപ്പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ എറണാകുളത്തേക്കാണ്. അപ്പോൾ ദേ നമ്മൾ എറണാകുളം എത്താറായപ്പോഴത്തേക്കും ഉച്ചയാവാറായി. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മുടെ എറണാകുളം കുമ്പളത്തുള്ള റെസ്റ്റോറൻറ്റ്, സ്വർഗം റെസ്റ്റോറൻറ്റ്, അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ ഇവരെ കൊണ്ടുപോകുന്നത്. കാരണം ഞാൻ പോയി കഴിച്ചിട്ടുള്ള സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രകൃതിയും എല്ലാം കാണാൻ പറ്റുന്നതും അതൊക്കെ ആസ്വദിച്ച് നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് സ്വർഗം റെസ്റ്റോറൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഇതുപോലെ പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റിനെ കൊണ്ടുവരേണ്ട ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടാണ് അവരെ റെഫർ ചെയ്തത്. അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാഴ്ചയും മൊത്തം നമ്മുടെ ആലപ്പുഴ കാണുന്നതിന് ഇപ്പുറത്തും വെള്ളമുണ്ടല്ലോ ഫുള്ളും, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് പോയത്. Oh. ഇത് കൂന്തൽ Kadama. അത് റോസ്റ്റ്. ഫ്രണ്ട്സ്, നമ്മുടെ ഈ റെസ്റ്റോറൻറ്റും അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അവിടുത്തെ വൈബ്, അവരെല്ലാവരും ഹാപ്പിയായിരുന്നു. ഇതാണ് പൗലമി, അശോകിൻ്റെ വൈഫ്. പൗലമി നോർത്ത് ഇന്ത്യയാണ്. ഞങ്ങൾ രണ്ടുപേരാണ് വേറെ നാട്ടുകാർ. ഞാൻ മലയാളിയും പൗലമി ഹിന്ദിക്കാരിയുമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഭാഷക്കാരാണ്. ബാക്കി എല്ലാവരും തമിഴന്മാരാണ്. അതിൽ കുറേ പേര് ഇപ്പോൾ ഫ്രാൻസിൽ പോയി സെറ്റിലായിട്ടുള്ളവർ, അവർ മക്കളും എല്ലാവരും ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്, പിന്നെ ഇംഗ്ലീഷും. ഇങ്ങനെ എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള കുറേ ലാംഗ്വേജസാണ് നമ്മളുടെ ഈ ഒരു ഫാമിലിയിൽ. പക്ഷേ എല്ലാവരും അടിപൊളി വൈബാണ്, നല്ല വൈബായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സായിരുന്നു എല്ലാവരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിയായി, എല്ലാവരും എൻജോയ് ചെയ്തു, ആർക്കും ബോറടി ഒന്നും ഉണ്ടായില്ല.
നമ്മൾ ഫുഡ് ഓർഡർ കൊടുത്തിട്ടായിരുന്നു, നമ്മൾ ആ ഒരു ടൈമിലായിരുന്നു എല്ലാവരും ഫോട്ടോ എടുക്കലും റീൽസൊക്കെ എടുക്കലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് വന്നപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് സീ ഫുഡും മീൽസായിരുന്നു. കാളഞ്ചി ഫ്രൈ അങ്ങനെ അതുപോലുള്ള ഒരുപാട് നമ്മുടെ കരിമീൻ ഇലയിൽ പൊതിച്ചത് അതങ്ങനെയുള്ള പൊള്ളിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ ടേസ്റ്റ് ചെയ്തു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് എറണാകുളത്ത് തിരിച്ചെത്തി. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ വീഡിയോ. അപ്പോൾ ഇതോടെ നമ്മുടെ ആലപ്പുഴ വിശേഷങ്ങളെല്ലാം കഴിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.